എടോ എന്തെന്നാ എടോന്ന് പറഞ്ഞോടത് ഇതുണ്ടോ അതിന്റെ മേളിൽ ഏത് നേരം ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് പറയാനായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് ആ മരത്തിന്റെ മേലിൽ എന്താന്ന് പറയടോ. എടാ അതിങ്ങനെ തൂങ്ങി കിടക്കുവാ ഇപ്പൊ തന്നെ താഴത്തേക്ക് വീഴുമിക്കവാറ്. ആ തേങ്ങയോ? തേങ്ങയല്ല, ഓല ഇങ്ങനെ. അത് നമുക്ക് കുഴപ്പമില്ല. എടാ നമുക്കിന്ന് അങ്ങോട്ട് പോവാടോ. ഇതാണ് സ്ഥലം, കണ്ടോ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേര് മാത്രം, കൊറേ കിളികൾ. നമ്മള് ആ പശുവിന്റെ പുല്ല് കാണിച്ചു കൊടുക്കാടോ. പശുവിന്റെ പുല്ലൊക്കെ എല്ലാരും കണ്ടിട്ടുള്ള വാൽമീകിയെ കണ്ട് നമ്മളങ്ങ് പോയതാണ്. പിടിച്ചോ പുല്ല് കാണിച്ചു കൊടുക്കും. അങ്ങനെ വാടോ വഴിക്ക് പുല്ല് വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു തരും. എടോ ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ പോലും പശുക്കൾക്ക് പുല്ലില്ലടോ. ഇത് ചിലപ്പോ ഇല്ല. അപ്പൊ ആർക്കെങ്കിലും പുല്ല് വേണമെങ്കിൽ നമ്മുടെ അടുത്ത് പറയാ, നമ്മൾ അയച്ചു തന്നായിരിക്കും. നമ്മളിവിടെ പറഞ്ഞു കാശ് തരണം. പക്ഷെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പശു വളർത്തൽ തന്നെ കുറവാടോ. അതുകൊണ്ടാണ് നമുക്ക് കർണാടക ഇത്ര ഇഷ്ടം. എടോ ഒന്ന് പറയടോ ഹായ് പറയടോ. എടാ ഇതെന്താ പറയാ, ഇത് ശരിക്കും സെലറി ആണോ എന്താടോ ഇത്? കോളിഫ്ലവർ ഇത് അത് സെലറി അല്ലേ? സബ്ബക്കല്ല, അത് പെരിഞ്ജീരകത്തിന്റെ. എടാ ഇത് സെലറി അല്ലടോ, വേറെ എന്തോ ടൈപ്പ് കഴിക്കുന്ന ഇല തന്നെയാ. മറ്റേ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഈ ഇതിനകത്തൊക്കെ വെക്കുന്നേ. മാളിലൊക്കെ ഉണ്ടാവുമല്ലോ, ഈ എന്താ പറയാ ബർഗറിലൊക്കെ വെക്കുന്നത്. എന്താടോ പറയുന്നത് ഇതിന്? ലെറ്റ്യൂസ്, ഒരു സൈസ് ലെറ്റ്യൂസ് ആണ്. ഓഹ് എന്റെ ദൈവമേ, കണ്ട സൂര്യന്റെ ഈ രണ്ട് മരങ്ങളുടെ ഇടയിൽ കൂടെ സൂര്യനെ കാണാൻ നല്ല രസമല്ലേ? അല്ലെങ്കിൽ ഒളിഞ്ഞു നോട്ടത്ത് എനിക്കൊരു ഹരമാണ്. ഒളിഞ്ഞു തെങ്ങിൻ തോപ്പാണ്, ഉണങ്ങിയ പുല്ലിന്റെ ഇടയിൽ കൂടെ ഒരു തെങ്ങിൻ തോപ്പ്. പക്ഷെ ഇവിടെ കണ്ട ഇത്രയും ഇത് ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങയുടെ ഇല നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് മറ്റേതല്ലേടോ, കോളിഫ്ലവർ അല്ലേടോ? കോളിഫ്ലവർ. അതിൻ്റെ അപ്പുറത്ത് പശുവിന് കൊടുക്കേണ്ട പുല്ലാണ്. ഇടയ്ക്ക് മുരിങ്ങ മരങ്ങളുണ്ട്. മുരിങ്ങ മരങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലല്ല നാക്കോടിക്കത്തുണ്ട് ഫോടോ എണീറ്റ് വ്യവസായ അടിസ്ഥാനത്തിൽ വെച്ചിരിക്കുന്നതാണ് ഇത്രയും ഈ മുരിങ്ങ മരങ്ങൾ. ഇവിടെ നിന്നാണ് ഈ മുരിങ്ങ. ഇപ്പൊ ഇവിടെ ഇഷ്ടം പോലെ മുരിങ്ങ പൂക്കൾ വിൽക്കില്ല, പക്ഷെ മുരിങ്ങ ഇല വിൽക്കുന്നുണ്ട്. ഇത് മുമ്പുള്ള ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും പറഞ്ഞിപ്പോൾ ഈ സംഭവങ്ങളുടെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ സംഭവങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴി, കുഞ്ഞു വഴി. ഈ വഴിയെ ഇങ്ങനെ പോയിട്ട് ഇവർ ഈ ഇതിലേക്കുള്ള ഫീൽഡ്സിലേക്കുള്ള വെള്ളം വിടാനായിരിക്കും അല്ലേടോ? എന്തൊരു സന്തോഷമാണെന്നറിയാം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നിങ്ങനെ കുറേ നേരം ഇരിക്കണം. എടോ അത് കാടല്ലടോ, അത് ശരിക്കും പറഞ്ഞാൽ ഈ തെങ്ങിൻതോപ്പ് കഴിഞ്ഞ അപ്പുറത്തേക്ക് പിന്നെന്താ പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ കാടായിരിക്കും, അത് കൃഷിയൊന്നും ഉണ്ടാവില്ല. കണ്ടോ കുറേ ദൂരത്തിൽ കുറേ കറുത്ത് വീടൊക്കെ ഉണ്ട്. അതുകൊണ്ടാ വീട് പണിയുന്നുണ്ട്, വീടൊക്കെ ഉണ്ട്. പക്ഷെ ആളുകളാരും കാണാനില്ല. ഇതൊക്കെ ശരിക്കും മെയിൻലി ഈ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണെന്നാണ് തോന്നുന്നത്. നമുക്കിങ്ങനെ എപ്പോഴും പുതിയ പുതിയ സ്ഥലങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുവാണല്ലോടോ. കണ്ടിട്ടേ ഇല്ല പുതിയ. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ദൂരെ നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മൾ ആ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളത് മലകൾ പോലെ തോന്നുന്നത് മലകളല്ല കേട്ടോ, അത് വെറും മരങ്ങളാണ് കേട്ടോ. അത് ഞാനും കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു മലകളാണോന്ന്. ഇപ്പം ഷീനു എന്നോട് സംശയം ചോദിച്ചു, പക്ഷെ മലകളല്ല, മരങ്ങളാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും വീടുകളൊക്കെ ഉണ്ട്. ഒരക്ഷരത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, മരം മല. അതെ, അതായത് ഈ ഡോറയുടെ പ്രയാണം എന്ന് പറഞ്ഞ ആ ഒരു ഇതില് പറയുമല്ലോ, മല കുന്ന് അല്ല അങ്ങനെയല്ലോ, അതിനൊരു സ്റ്റൈലില് പറയുന്നുണ്ട്. മല, കാട്, പിന്നെ ഡോറയുടെ ഡോറയുടെ പ്രയാണം ഞാനിതൊക്കെ കാണാറുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡോറയുടെ പ്രയാണം കാണുമായിരുന്നു. കാട്, മല, ഡോറയുടെ വീട് ആണോ, അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. കുറച്ച് നാളായി കണ്ടോ മനുഷ്യരെ, കൂട്ടുകാരെ അവിടെ എന്തൊക്കെയാ പറയുന്നത്, വായിൽ വരുന്നത് കോതൊക്കെ പാട്ട്. അല്ല മനുഷ്യരല്ലേ, അത് കാണിക്കാനാ പോകുന്നേ, ഞാനല്ല.
ചിതൽപുറ്റാണ്. പക്ഷെ ഇത്രയും വലിയ പുറ്റ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. വാൽമീകി അങ്ങനെ ഇരുന്ന് പോയ പുറ്റാണോ ഇത്? കാണാനുണ്ടോ കൂട്ടുകാരെ? ഞാനിങ്ങനെ റിസ്ക് എടുത്ത് വരികയാണ് കേട്ടോ. ഞാൻ അല്ലെങ്കിൽ റിസ്ക് എടുക്കും. പക്ഷെ അവിടെയൊക്കെ തീ കത്തിച്ചിട്ടുണ്ടല്ലോടോ. അവിടെയായിരുന്നോടോ തീ കത്തിയതന്ന്? അറിയത്തില്ല മോളെ. കണ്ടോ അത് ഫീൽഡ്? എല്ലായിടത്തും കത്തി കിടപ്പുണ്ട്. എവിടെയാണ് ആർക്കറിയാം. എന്നാ നമുക്ക് തിരിച്ചു പോവാം അല്ലേ? നീ വന്ന വഴിയെ തിരിച്ചു പോവാം. കണ്ടോ, ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല. കണ്ടോ, കത്തി കിടക്കുക. തെങ്ങിന്റെ മൂട് വരെ കരിഞ്ഞു കിടക്കുക. കാണാമോ? എന്ത് രസാ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തില്ല. അത് ഐസൊലേറ്റഡ് പ്ലേസ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ, കാണുന്നവർക്ക് തോന്നും നമുക്ക് എന്തോ പ്രശ്നമാണെന്ന്. പക്ഷെ നമുക്കൊരു പ്രശ്നമില്ലെന്ന് നമുക്കല്ലേ അറിയാവൂ. കാണുന്നവർക്ക് അങ്ങനെയല്ലല്ലോ. നിർത്താൻ നമ്മളോട് ചോദിക്കും നമുക്ക് എന്താ പ്രശ്നം. അപ്പൊ ഞാൻ പറയും നമുക്കും തനിക്ക് എന്താ പ്രശ്നം. ഞാൻ ചത്തു. കണ്ടോ കൂട്ടുകാരെ? അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്ന് മറ്റൊരു കാഴ്ചകളിലേക്ക് പോവാം. എനിക്ക് ഹായ് കൂട്ടുകാർ. അപ്പോൾ നമ്മൾ പോയിട്ട് വരാടോ. ബൈ.